ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് നല്ല കിടിലൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡിൽ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം, അതായത് ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വരുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ്, തക്കാളി 3 എണ്ണം, കുറച്ച് മല്ലിയില, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 1 kg ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകാനൊക്കെ ഇത് സഹായിക്കും. അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വലിയുള്ളി, പച്ചമുളക്, മല്ലിയില, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, അതായത് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി. ഈ മസാലകളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മുങ്ങി നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ 1 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്. ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. അപ്പോൾ ചിക്കൻ്റെ വേവിനനുസരിച്ച് നമുക്കതൊന്ന് വേവിച്ചു. ചിക്കൻ വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് വെക്കാം. ഞാൻ അതിനായി ഒരു പാൻ വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ അരി ചേർക്കുന്നത് നമുക്ക് ചിക്കൻ കറിക്ക് കുറച്ച് കട്ടിപ്പ് കൂടാൻ സഹായിക്കും. പിന്നെ അതുപോലെ 2 ടീസ്പൂൺ വലിയ ജീരകമാണ്, 1 ടീസ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്. ഇതെല്ലാം എണ്ണയിലിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലോട്ട് നമുക്ക് ചിരവി വെച്ച 1 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കരിയാതെ വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ആ തേങ്ങയിലോട്ട് ഞാൻ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 ചെറിയുള്ളി, അതുപോലെ മല്ലിയില, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഓയിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തേങ്ങ വറുക്കാൻ ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി പോകാതെ നോക്കുക. ഞാനിവിടെ എടുത്ത തേങ്ങ, ഒരു തേങ്ങ കറക്റ്റ് അളവാണ്. കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പകുതി തേങ്ങയൊക്കെ മതിയാവും. നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തൂമിച്ചെടുക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഉലുവയും അതുപോലെ തന്നെ ചെറിയുള്ളി ചേർത്ത് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഞാനൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഉള്ളി ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന്
ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലോട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും മണവുമുള്ള നല്ല കിടിലൻ കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കിലോ നെയ്ച്ചോറിന് 1 കപ്പാണ് ഓയിൽ ഒഴിക്കേണ്ടത്. അതുപോലെ 1/2 കപ്പ് നെയ്യാണ് എടുക്കേണ്ടത്. 1 കിലോ നെയ്ച്ചോറ് വെക്കാൻ ഞാൻ ആദ്യം 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ എടുത്തു വെച്ച 1/2 കപ്പ് നെയ്യിൽ നിന്ന് കുറച്ച് മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഓയിലിൻ്റെ കൂടെ. നമ്മൾ നെയ്ച്ചോറിൽ റീഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും. ശേഷം പട്ട, ഗ്രാമ്പ്, ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ 1 വലിയ ഉള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, ഇത് 3 എണ്ണം ഒന്ന് ചതച്ച് വെച്ചതാണ്, അതിൽ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മണം കിട്ടാൻ ഇത് സഹായിക്കും. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. ഒരു കിലോ ഒരു പാത്രത്തിൻ്റെ അളവിൽ നോക്കുകയാണെങ്കിൽ 1 പാത്രത്തിന് 1.5 പാത്രമാണ് നമ്മൾ വെള്ളം ചേർത്തുന്നത് നെയ്ച്ചോറിലേക്ക്. ഈ പാത്രത്തിന് 1 പാത്രമാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 1.5 പാത്രമാണ് വെള്ളം ഒഴിക്കേണ്ടത്. അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അടുത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ല തിളച്ചപ്പോൾ ഞാൻ കുതിർത്ത് വാരി വെച്ച അരിയാണ് ഇത്. അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കി നമുക്ക് മൂടി വെക്കാം. ആ തിള വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ചതച്ച് വെച്ച ബാക്കി സാധനങ്ങളോട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരി തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അരിയും വെള്ളവും കൂടെ ഒപ്പം ആകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതേപോലെ അടച്ചു വെക്കുക. ഇങ്ങനെ അവസാനം നെയ്യ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നെയ്ച്ചോറിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടും. അതുപോലെ നമ്മൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഈ വെള്ളം തിളക്കുമ്പോൾ ചേർത്തുന്നത് നമുക്ക് നല്ല നെയ്ച്ചോറിന് നല്ലൊരു മണം കിട്ടാൻ സഹായിക്കും. നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.